റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സംശയങ്ങളില്ലേ, ആ സംശയങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആരോഗ്യം പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം. സോ ഫ്രം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി ഹാവ് 2 യൂറോളജിസ്റ്റ് ആൻഡ് എ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്. അപ്പോൾ 3 പേരെയും ഞാൻ വെൽക്കം ചെയ്യാണ് ആരോഗ്യത്തിലേക്ക്. വെൽക്കം ടു ആരോഗ്യം ഡോക്ടേഴ്സ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഈ AI വരുമ്പോൾ നമ്മൾ യൂഷ്വലി സാധാരണക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, AI വരുമ്പോൾ ഒരുപാട് പേരുടെ പണി പോകുന്നു. ഈ AI നമ്മുടെ മെഡിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ പണി പോവോ? നിലവിൽ റോബോട്ടിക് സർജറി ഇരിക്കുന്ന ഒരു സ്റ്റേജ് വെച്ചിട്ട് അറ്റ് ദ പ്രസൻറ്റ് സ്റ്റേജ് ഓഫ് പ്രോഗ്രസ് നമ്മൾ റോബോട്ടിക് സിസ്റ്റം എൻറ്റയർലി ഒരു സർജനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് അതിനെപ്പറ്റിയുള്ള ഏറ്റവും വലിയൊരു മിസ്കോൺസെപ്ഷൻ. അതാണ് നമ്മൾ പഴയ സിനിമയിലും ഇതിലൊക്കെ കാണുന്ന പോലെ ഒരു യന്ത്രമനുഷ്യൻ വന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണെന്ന് പലരും വിചാരിക്കും അങ്ങനെ. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ ഒരിക്കലും അങ്ങനെയല്ല. ഒരു സർജനാണ് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ടൈപ്പ് സർജറിയിലും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇതിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിക്കുന്ന റോബോട്ടിക് സിസ്റ്റമാണ്. അത് മാത്രമാണ് റോബോട്ടിക് സർജറി. റോബോട്ട് അസിസ്റ്റഡ് സർജറിയാണ് അല്ലേ? അങ്ങനെ പറയുന്നതായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ അത് റോബോട്ടിക് സർജറി ആയി പോയതാണ്. ഇറ്റ്സ് ലൈക്ക് റോബോട്ട് അസിസ്റ്റഡ് സർജറി പെർഫോംഡ് ബൈ എ സർജൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ശരിക്കും ചോദിക്കുമ്പോഴേ, അതായത് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ 5-6 വർഷം 7 വർഷം 8 വർഷമൊക്കെ പഠിച്ച് അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഇത്രയും പേരിയ്ക്കുമ്പോൾ എന്തിനൊരു റോബോട്ട് വന്ന് പണിയെടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. വൈ ഡു വി നീഡ് റോബോട്ടിക് സർജറി? ഈ റോബോട്ടിക് സർജറിയുടെ എന്താ വെച്ചാൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജൻ അല്ലാണ്ട് ഈ പ്രൊസീജിയർ നടക്കുകയില്ല. സർജൻ്റെ ഒരു സ്റ്റെപ്പ്, സർജൻ്റെ ഒരു ഫിംഗർ മൂവ്മെൻറ്റ് കൊണ്ട് മാത്രമേ നടക്കുന്നുള്ളൂ. റോബോട്ട് തന്നെ ഒരു സ്റ്റെപ്പും ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഏറ്റവും എന്ന് വെച്ചാൽ പ്രിസിഷനാണ്. നമുക്ക് ഏത് സർജറിക്ക് വരുമ്പോഴും നമ്മൾ ഹാൻഡ് കൊണ്ട് ചെയ്യണേക്കാളും കുറച്ചും കൂടി പ്രിസൈസായിട്ട് ചിലപ്പോൾ റോബോട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വിഷൻ. നമ്മൾ യൂഷ്വലി കാണുന്നത് ഒരു നോർമൽ അതിനേക്കാളും സൂംഡ് ആയിട്ടാണ് റോബോട്ടിൽ കാണുന്നത്. ഒരു 10x സൂമിംഗ് ആണ് റോബോട്ടിൽ വരുന്നത്. അപ്പോൾ റോബോട്ട് പിന്നെ പ്രിസിഷൻ, നമ്മുടെ കൈക്കുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് മാക്സിമം പറ്റുന്ന 360 മൂവ്മെൻറ്റ് ഡിഗ്രിയാണ്. അതെ, റോബോട്ടിൽ അത് 540 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മുടെ കൈ ചെന്ന് എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പോലും റോബോട്ടിന് വളരെ സൂക്ഷ്മമായിട്ട് പ്രവർത്തിക്കാനും എത്താനും പറ്റും. പിന്നെ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോഴേക്കും ഡോക്ടർമാരുടെ ജോലിയൊക്കെ പോവില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഈ റോബോട്ടിക്സിനോട് അല്ലെങ്കിൽ റോബോട്ടിക് ആ ഒരു എര തുടങ്ങുന്നത് തന്നെ 1970-കളിലാണ്. ഈ ഇതിനെപ്പറ്റിയുള്ള ഒരു ചരിത്രം വായിക്കുന്നവർക്കറിയാം. ഇസാക്ക് അസിമോവ് എന്നുള്ളൊരു പേരിനെ പറ്റി അറിയാം. അപ്പോൾ അദ്ദേഹം ഒരു 3 ലോസ് ഓഫ് റോബോട്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു കാർഡിനൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ, റോബോട്ടിക് ടെക്നോളജിനെ പറ്റി 3 നിയമങ്ങൾ. അപ്പോൾ അദ്ദേഹം ഊന്നി പറയുന്നൊരു കാര്യമുണ്ട്, ഒരു മാസ്റ്റർ സ്ലേവ് കൺസെപ്റ്റ്. എപ്പോഴും റോബോട്ടിക് ടെക്നോളജി ഒരു സ്ലേവ് ആയിരിക്കും, മാസ്റ്റർ എപ്പോഴും ഹ്യൂമൻ തന്നെയായിരിക്കും. അതെപ്പോൾ വയലേറ്റ് ചെയ്യുന്നു അപ്പോഴാണ് ഈ റോബോട്ടിക് ടെക്നോളജി, അതിപ്പോൾ ഏത് മേഖലയാവട്ടെ, ഈ മെഡിക്കൽ പ്രാക്ടീസ് വരെ അല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മെഡിക്കൽ പ്രാക്ടീസ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയോട്. അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം നമ്മൾ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം ഏത് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ. കാരണം രണ്ടും ഹ്യൂമൻ ലൈഫ്സിനെ ബാധിക്കുന്ന, മനുഷ്യ ജീവിതത്തിനെ ബാധിക്കുന്ന 2 ഫീൽഡുകളാണ്. അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നുണ്ടോ അതേ സൂക്ഷ്മത നമ്മൾ മെഡിക്കൽ സയൻസിൽ നമ്മൾ പാലിക്കണം. അപ്പോൾ ഒരിക്കലും ഒരു റോബോട്ട് ഒരിക്കലും ഒരു മനുഷ്യന് മുകളിലോട്ട് വരില്ല. ആ മാസ്റ്റർ സ്ലേവ് കൺസെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഏതൊരു, അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് റോബോട്ടിക് സർജറി ആണെങ്കിൽ ഇപ്പോൾ വരും കാലങ്ങളിൽ വേറെ എന്തെങ്കിലും പുതിയ ടെക്നോളജി വരാണെങ്കിൽ തന്നെ എപ്പോഴും ഈ മാസ്റ്റർ സ്ലേവ് കൺസെപ്റ്റ്, അതായത് ഉടമ അടിമ എന്നുള്ള കൺസെപ്റ്റ് അപ്പോഴും ഉണ്ടാകും. ഞങ്ങൾ അവിടെ ഒക്കെ തന്നെ ഞങ്ങളില്ല. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾക്കും അതാണ് പേടി. കാരണം എന്താ വെച്ചാൽ ഒരു സർജറിക്ക് ഇരിക്കുമ്പോൾ റോബോട്ടാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദൈവമേ എന്തെങ്കിലും പറ്റിയാലോ എന്ന് ആർക്കെങ്കിലും ഒരു പേടി വരുമല്ലോ. ഓക്കെ, ഇപ്പോൾ റോബോട്ടിക് സർജറി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ്സ് വെൻ കമ്പയർഡ് ടു അതർ സർജറീസ് ക്രിസ്പായിട്ടൊന്ന് പറഞ്ഞാൽ പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയുക? അതിൽ ഫസ്റ്റ് കാര്യം തന്നെ നമ്മുടെ വിഷൻ. ഡോക്ടർ തോമസ് പറഞ്ഞ പോലെ അതിൻ്റെ വിഷനാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം. അതായത് നമ്മൾ നോർമലി നമ്മളെ കണ്ണിന് കാണുന്നതിൻ്റെ 10 ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതും 3 ഡയമെൻഷനിലായിട്ടാണ് കാണുന്നത്. സോ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരുപാട് ക്ലാരിറ്റി ഓഫ് ഇത് കിട്ടും. പിന്നെ നമ്മൾ ഏത് സർജറി പെർഫോം ചെയ്താലും, റോബോട്ടിക്സ് അല്ലാതെ നമ്മൾ ഇതുവരെ സർജറി പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ മൂവ്മെൻ്റ് ആണ് നമുക്ക് മാക്സിമം അതിൽ കിട്ടുക. പക്ഷേ ഒരു റോബോട്ടിക് സിസ്റ്റത്തിലെ സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മുടെ കൈക്കുള്ളതിനേക്കാട്ടിലും കൂടുതൽ മൂവ്മെൻറ്റ് പോസിബിളാണ്. നമ്മൾ ടെക്നിക്കലി പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മുടെ ഈ റിസ്റ്റ് മൂവ് ചെയ്യുന്നതിലും ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് ഫൈൻ ആയിട്ട് മൂവ്മെൻറ്റ് വരും.
പിന്നെ നമുക്കത് വളരെ അടുത്ത് വെച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ കാണുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് എത്ര അടുത്ത് വരെ പോയിട്ട് എത്ര ക്ലാരിറ്റിയിൽ വേണമെങ്കിൽ കാണാം. ഇപ്പോൾ പല സർജറീസിലും ഇപ്പോൾ ഇത് റോബോട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന സർജറീസ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് സ്പേസുകളിൽ ലൈറ്റൊക്കെ എത്താതെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ, പല പല മേജർ സ്ട്രക്ചേഴ്സ് അടുത്തടുത്ത് വരുന്ന ഇതിൽ അവിടെയൊക്കെ വളരെ പ്രിസിഷനോട് കൂടി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതുകൊണ്ട് അതും വലിയ മുറിവുകളില്ലാതെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ പേഷ്യൻ്റെ റിക്കവറി ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ്, ബിക്കോസ് നമ്മുടെ സർജറിയുടെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് പേഷ്യൻറ്റിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ റോബോട്ടിക് സർജറി യൂസ് ചെയ്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സർജറീസ് എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബബ്ലി യൂസ് ചെയ്യുന്നത് യൂറോളജിക്കൽ പ്രൊസീജിയേഴ്സിനാണ്. അതായത് തുടക്കം യൂറോളജി വെച്ചിട്ടായിരുന്നു. അതായത് 2000-ന്റെ തുടക്കത്തിലായിരുന്നു ഈ റോബോട്ടിക് സർജറി എന്നുള്ള കൺസെപ്റ്റ് വന്നു തുടങ്ങിയത് അമേരിക്കയിൽ വെച്ചിട്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഇനീഷ്യലി, അതായത് ഈ ഡോക്ടർ വിജു പറഞ്ഞ പോലെ ഈ ശരീരത്തിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിൽ ഒരു റോബോട്ടിക്കിൻ്റെ ഒരു സഹായത്തോട് കൂടി സർജറി ചെയ്യാനുള്ളൊരു കൺസെപ്റ്റ് അന്നാണ് വന്നത്. അപ്പോൾ എത്താൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ചാൽ പെൽവിസ്, അതായത് നമ്മുടെ ഇടുപ്പിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥികൾ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത്? മൂത്രസഞ്ചി വരുന്നുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വരുന്നുണ്ട്, ഇതിൻ്റെ പുറകിലായിട്ട് സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് ഉണ്ട്, അതിൻ്റെ അണ്ടാശയുണ്ട്, അപ്പോൾ ഗർഭപാത്രം, അണ്ടാശയം, പിന്നെ അതിൻ്റെ പുറകിലായിട്ട് മലാശയം. ഈ ഒരു ഏരിയാസിലൊക്കെ നമ്മുടെ സാധാരണ ഓപ്പൺ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയോ വെച്ചിട്ട് എത്താൻ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ നമുക്ക് ഈ റോബോട്ടിന് അനായാസം വളരെ എളുപ്പത്തിൽ അവിടെ എത്താനും പറ്റും, വളരെ അനായാസം നമുക്ക് സർജറി ചെയ്യാനും പറ്റും. അപ്പോൾ തുടക്കത്തിൽ യൂറോളജി ആയിരുന്നു ഇത് തുടങ്ങി വെച്ചിരുന്നത്. പിന്നെ പിൽക്കാലത്ത് ഈ ഒരു ടെക്നോളജി നമുക്ക് ശരീരത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളിലോട്ടും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറി. അപ്പോൾ പിന്നെ മറ്റേ നമ്മുടെ ഗ്യാസ്ട്രോ സർജൻസ്, ഇപ്പോൾ ഡോക്ടർ വിജുവിൻ്റെ മേഖലയിലും പലതും ഇപ്പോൾ ഡോക്ടർ അതിനെ പറ്റി പറയുന്നതായിരിക്കും. പിന്നെ ഈവൻ ഇപ്പോൾ തൈറോയിഡിന് നമുക്ക് ചെയ്യാൻ പറ്റും, തൈറോയിഡ് ഗ്രന്ഥിൻ്റെ വരെ. അതായത് ഇപ്പോൾ വലിയ മുറിവുകളില്ലാത്ത രീതിയിൽ ചെറിയ മുറിവിൽ താക്കോൽദാരം വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ബ്രസ്റ്റ് സർജറി വരെ നമുക്ക് അതിൻ്റെ ആ ഒരു മാർദ്ദത്തിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു ടെക്സ്റ്റ് പുറത്തുള്ള ഒരു അപ്പിയറൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാൻ വരെ പറ്റും. ആസ് ഓഫ് നൗ ഇപ്പോൾ ഇതുവരായിട്ട് റോബോട്ടിക് സർജറി എത്താത്തൊരു മേഖല വെച്ചാൽ ന്യൂറോ സർജറിയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ വേറെ നൂതനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്, അതായത് ശസ്ത്രക്രിയകളുണ്ട് അവർക്ക്, മൈക്രോ സർജിക്കലായിട്ടുള്ള ശസ്ത്രക്രിയയുണ്ട്. ബാക്കി എല്ലാ മേഖലയിലും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും റോബോട്ടിക് സർജറി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. റോബോട്ടിക് സർജറിക്ക് കൈ ഈസ് ദ ലിമിറ്റ് എന്നാണ് പറയാൻ പറ്റില്ല. ഇന്ന് ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും, നാളെ ഇതിനേക്കാൾ നല്ലൊരു ടെക്നോളജി റോബോട്ടിൽ തന്നെ വരും. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഡോക്ടർ വിജുവും ഡോക്ടർ തോമസും പറഞ്ഞ പോലെ തന്നെ പ്രിസിഷൻ വളരെയധികം, അതായത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. വളരെ ചെറിയ മുറിവോട് കൂടി പേഷ്യൻറ്റിനോ പേഷ്യൻ്റെ കുടുംബത്തിനോ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ, അതായത് അവർക്ക് റിക്കവറി ഫാസ്റ്റ് ആയിരിക്കണം, ജോലിയിൽ നിന്ന് അധികം ദിവസം മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഒരു രോഗി ശസ്ത്രക്രിയക്ക് പോകുമ്പോഴേക്കും ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സമ്മതപത്രമാണ്. ആ സമ്മതപത്രത്തിൻ്റെ അപകട സാധ്യതകൾ, കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ ആദ്യം കാണുന്ന അമിത രക്തസ്രാവം, അതായത് ബ്ലീഡിംഗ് എന്നുള്ളൊരു ഇതാണ്. അത് ടിക്കിട്ടാൽ മാത്രമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ റോബോട്ടിക് സർജറിയിലാണ് നമുക്ക് ഏറ്റവും കുറവ് ബ്ലീഡിങ്ങിനുള്ള സാധ്യതയുള്ളത്, രക്തസ്രാവത്തിനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല മേജർ സർജറീസും നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ പേഷ്യൻസിനൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ രക്തം കയറ്റേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുന്നതോട് കൂടി തന്നെ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ റേറ്റ് വളരെയധികം കുറയുന്നു, പേഷ്യൻ്റെ വേദന കുറയുന്നു, മുറിവിൻ്റെ കാഠിന്യം കുറയുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലിയിലോട്ട് തിരിച്ചു വരാനും പറ്റും. എന്നിരുന്നാൽ തന്നെ നമ്മൾ പേഷ്യൻ്റെ സേഫ്റ്റി, അതായത് രോഗി സുരക്ഷയ്ക്കോ നമ്മൾ ഉദ്ദേശിക്കുന്ന സർജറിക്ക് ഒരു ലിമിറ്റേഷൻ വരുന്ന രീതിയിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല. എഫക്റ്റിന് യാതൊരു കോട്ടം വരുത്താതെ പേഷ്യൻ സേഫ്റ്റി ഏറ്റവും മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ റോബോട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നത്. പെർഹാപ്സ് ഒരു ചെറിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കോസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് ഫാക്ടർ. പക്ഷേ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ സർജറി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസം, അതായത് വീട്ടിൽ പോയിട്ട് റെസ്റ്റ്, അപ്പോൾ അത്രയും ദിവസം നമ്മൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അതിൻ്റെ ആ ഒരു സാമ്പത്തികമായിട്ട് ഒരു കുടുംബം നേരിടുന്ന ബുദ്ധിമുട്ട് നോക്കുമ്പോഴേക്കും വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് ഒരു കീ ഹോൾ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറിയും റോബോട്ടിക്കൊക്കെ ഓൾമോസ്റ്റ് സെയിം ലെവലിലോട്ട് വന്നിട്ടുണ്ട്. വരും കാലങ്ങളിൽ ഇനി ആ മാർജിൻ ഇനിയും കുറഞ്ഞു വരും. കാരണം എല്ലാ സ്ഥലങ്ങളും ഇത് അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ആസ്പെക്റ്റ്, അതിൻ്റെ ഒരു സാമ്പത്തിക വശം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടായിട്ടും ഇത്രയും പ്രോസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ റോബോട്ടിക് സർജറി അത്ര കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാത്തത്? അതിൻ്റെ മെയിൻ കാരണം കോസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ പല കൺസ്യൂമബിൾസും ഡിസ്പോസിബിൾ ആണ്, നമുക്ക് വളരെ ലിമിറ്റഡ് യൂസസ് ഉള്ളൂ. അത് കോസ്റ്റ് ഫാക്ടർ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഇപ്പോൾ ലാപ്രോസ്കോപ്പി തുടങ്ങിയപ്പോഴും കോസ്റ്റായിരുന്നു മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ റോബോട്ട് കുറച്ചും കൂടി പോപ്പുലറായി കഴിയുമ്പോൾ
കോസ്റ്റ് ഫാക്ടർ തന്നെ താഴേക്ക് വരും. ഇപ്പോൾ മെയിനായിട്ടുള്ള ഡാവിഞ്ചി സിസ്റ്റമാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന റോബോട്ടിക് സിസ്റ്റം. ഡാവിഞ്ചി ഈ ഡാവിഞ്ചി സിസ്റ്റമാണ് ഇപ്പോൾ ഏറ്റവും മാക്സിമം പൈനീർ ചെയ്ത് നിൽക്കുന്നത്. അവരുടെ ഒരു പേറ്റൻസി ഉണ്ട്, അവരുടെ ടെക്നോളജി. അതിപ്പോൾ കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ പേറ്റൻസി കഴിയുമ്പോൾ അത് പലരും ഉണ്ടാക്കാൻ തുടങ്ങും. ഒന്ന് ബ്രാൻഡ് വേറെ പല ബ്രാൻഡ്സും വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് തന്നെ വരും. ഇപ്പോൾ ഇവരൊരു മോണോപ്പൊളിയാണ് നടക്കുന്നത് ബേസിക്കലി. ആ മോണോപ്പൊളി മാറുമ്പോൾ കോമ്പറ്റീഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി കോസ്റ്റ് വരും, താഴേക്ക് വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ ബേസിക്കലി പതുക്കെ ലാപ്രോസ്കോപ്പി മാറി റോബോട്ടിക്കിലേക്ക് എല്ലാവരും മാറും. കാരണം ഒരു സർജന് വളരെ കംഫർട്ടബിൾ ആണ്, പേഷ്യൻറ്റും വളരെ കംഫർട്ടബിൾ ആണ്. റോബോട്ടിക് സർജറി ചെയ്യാം എന്നൊരു പേഷ്യൻറ്റിനോട് പറയുമ്പോൾ യൂഷ്വലി അവർ പറയുന്ന ഒരു കൺസേൺ എന്താണ്? ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്ന ഒരു കൺസേൺ? ഏറ്റവും മെയിൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഞാൻ ട്രെയിനി ആയിരുന്ന കാലത്ത് എൻ്റെ ഒരു പ്രൊഫസറോട് ഒരു പേഷ്യൻ്റ് പറഞ്ഞു, സാറേ റോബോട്ടൊന്നും ചെയ്യേണ്ട, സാറ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഫണ്ണി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓൾമോസ്റ്റ് 10 years ഇൻ ടു പ്രാക്ടീസ് എനിക്ക് ഇപ്പോഴും ഐ ഹാവ് പേഷ്യൻസ് ഇതുപോലെ തന്നെ ഇത് പറയുന്നത്. അപ്പോൾ അതാണ് മെയിൻ കാര്യം. ഇതൊരു യന്ത്രമനുഷ്യൻ ചെയ്യുന്ന ഒരു ഇതല്ല, ജസ്റ്റ് ഒരു സർജൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് തിങ്, ഇപ്പോഴത്തെ സിനാരിയോയിൽ ഡോക്ടർ തോമസ് പറഞ്ഞ പോലെ കോസ്റ്റാണ് ഒരു വറിയിങ് ഫാക്ടറായിട്ടുള്ളത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ അതൊരു ടൈം മാത്രമേ ഇവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത്രയും കോംപ്ലക്സ് ഒരു ടെക്നോളജിയാണ്. കാരണം അതിനകത്തൊരു 0.001% എറർ പോലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു ടെക്നോളജിയാണ്. കാരണം അത്രയും ഇറ്റ്സ് സംബഡീസ് ലൈഫ്. ഒരു മില്ലിമീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് ഒരാളുടെ ജീവനും ഒരു ആപത്തും തമ്മിൽ നിൽക്കുന്നത്. സർജറി എപ്പോഴും അങ്ങനെയാണ്. സോ അപ്പോൾ അതിനകത്ത് നമുക്കൊരു കോസ്റ്റിന് വേണ്ടി നമുക്കൊരു പ്രൊഡക്ഷൻ ലെവലിലോ ടെക്നോളജി ലെവലിലോ ഒരു കോംപ്രമൈസ് കനോട്ട് ബി അലോ. അപ്പോൾ പിന്നെ ഓരോ പുതിയ സിസ്റ്റംസ് വന്ന് അത് ടെസ്റ്റഡ് ആൻഡ് ട്രൈഡ് ആൻഡ് പ്രൂവ്ഡ് ആയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡാവിഞ്ചിയുടെ കാര്യം പറയുന്നത്, അത് ഫസ്റ്റ് അപ്രൂവ് ചെയ്തത് 2000-ലാണ്. സോ ഇറ്റ്സ് ബീൻ ഇൻ ദ മാർക്കറ്റ് 25 വർഷം. അത് 98-ൽ അത് തുടങ്ങി, സർജറീസ് അത് വെച്ച് യൂസ് ചെയ്ത് തുടങ്ങി. 2 വർഷം കൊണ്ടാണ് അതിന് അപ്രൂവൽ കിട്ടി. ഇപ്പോൾ 25 വർഷമായിട്ട് അത് മാർക്കറ്റിലുണ്ട്. പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് അത്രയും ഈ കോസ്റ്റ് മാത്രമല്ലാതെ അതിൻ്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും റെപ്ലിക്കേറ്റ് ചെയ്യാമെങ്കിൽ മാത്രമേ അത് മെയിൻ സ്ട്രീം സർജിക്കൽ പ്രാക്ടീസിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. പിന്നെ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മെജോറിറ്റി ഓഫ് സർജറീസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കീ ഹോൾ സർജറി വെച്ച് ചെയ്യാവുന്നതും നമുക്ക് റോബോട്ടിക് സർജറി ആയിട്ട് ചെയ്യാം. പക്ഷേ ചില ഓപ്പൺ സർജറിയുടെ ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, സ്പെസിഫിക് യൂസസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിവറിൻ്റെ സർജറിയിലൊക്കെ ഉപയോഗിക്കുന്ന ചില സ്പെസിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇപ്പോഴും ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ടെക്നോളജീസും കൂടെ വരണം. എന്നാലേ നമുക്ക് ചെയ്യാവുന്ന എല്ലാ സർജറീസും, ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും റോബോട്ടിക്കിൽ ചെയ്താലേ നമുക്കതൊരു ഇക്വാലൻറ്റ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഗ്ലോബലി അപ്പോൾ ആ ലെവലിൽ എത്താൻ കുറച്ചും കൂടെ നമുക്ക് ടെക്നോളജി പ്രോഗ്രസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ ന്യൂറോ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ റോബോട്ടിക് സർജറി യൂസ് ചെയ്യാൻ പറ്റാത്ത ഏരിയ? യൂസ് ചെയ്യാൻ പറ്റാത്ത ഏരിയ എന്നില്ല. പക്ഷേ ദർ ആർ സർട്ടൻ ഏരിയാസ് വേറെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിവറിൻ്റെ സർജറിയിൽ നമ്മൾ ചില ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഓപ്പണിലും അത് ഈവൻ ലാപ്രോസ്കോപ്പിയിലും വരുന്ന ചില സ്പെസിഫിക് നമ്മൾ ലിവർ ഡിവൈഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ചില ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ ഈക്വാലൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ റോബോട്ടിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനോട് സെയിം ക്വാളിറ്റി ഉള്ള ചില സാധനങ്ങൾ റോബോട്ടിക്കിൽ വന്നിട്ടില്ല. 1 or 2 yearsനുള്ളിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില ഏരിയാസിലൊക്കെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. യൂറോളജിയിൽ എനിക്കറിയില്ല അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ ഇൻസ്ട്രുമെൻറ്റ്സ്. GI സർജറിയിൽ മെയിനായിട്ട് നമ്മൾ ലിവറിലാണ് ഇത് പറയുന്നത്. Is there anything like that യൂറോളജിയിൽ? അങ്ങനെ യൂറോളജിയിൽ ഓൾമോസ്റ്റ് എല്ലാവിധ ശസ്ത്രക്രിയ, ഈവൻ ഇൻക്ലൂഡിങ് നമുക്ക് ട്രാൻസ്പ്ലാന്റ്സ്, അതായത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വഴി നമുക്കിപ്പോൾ റോബോട്ടിൻ്റെ സഹായത്തോടെ വളരെ അനായാസം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനൊരു പ്രസക്തി വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും വൃക്ക രോഗികൾ അവർക്ക് കുറച്ചൊരു തടി, ഒരു ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ടാവും. അത് കുറേയൊക്കെ ഫാറ്റ് മാത്രമല്ല, അവരുടെ ശരീരത്തിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന ആ നീരിൻ്റെ അളവും കൂടെ, എഡിമ എന്ന് പറയും, നീരിൻ്റെ അളവും കൂടെ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാധാരണ ആൾക്കാരിൽ മുറിവ് ഉണങ്ങുന്നതിനേക്കാളും കുറച്ച് അധികം സമയമെടുക്കും, അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഓപ്പൺ സർജറി, അതായത് ഓപ്പൺ ട്രാൻസ്പ്ലാന്റ് വൃക്ക മാറ്റിവെക്കൽ സർജറി ചെയ്യുമ്പോഴേക്കും നമുക്ക് പൊക്കിളുടെ ലെവൽ തൊട്ടിട്ട് താഴ്ഭാഗം വരെയുള്ള ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു മുറിവാണ് ഉണ്ടാവും. വർഷങ്ങളായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതാണ് ഈ പറഞ്ഞത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നൊരു പ്രോഗ്രാം. എന്തിനാൽ തന്നെ പലർക്കും നമ്മൾ ഈ മുറിവിൽ അണുബാധ വരുന്നൊരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ കൊടുത്തിട്ട് ഈ മുറിവ് ഏറ്റവും പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു സ്ഥലത്ത് കൂടെ നമുക്ക് ഈ കിഡ്നി അകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു മാക്സിമം അല്ലേ ഡോക്ടർ തോമസ്, ഒരു 6 സെൻറ്റിമീറ്റേഴ്സ് 5 to 6 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഒരു മുറിവ് മതി നമുക്കൊന്ന് കിഡ്നി അകത്തോട്ട് കയറ്റാനായിട്ട്. അത് ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, ശസ്ത്രക്രിയ പെട്ടെന്ന് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് റിക്കവറി, ഇൻഫെക്ഷൻ റിസ്ക് ഒക്കെ വളരെ കുറവാണ്. പിന്നെ അതിൻ്റെ ഒരു നല്ലൊരു എഫക്റ്റ് എന്ന് പറയുന്നത് കോസ്മെസിസ്, അതായത് ആ മുറിവിൻ്റെ ആ ഒരു കാഠിന്യം ഉണ്ടല്ലോ, ആ ഒരു സ്കാർ എന്ന് പറയില്ല, അതൊക്കെ വളരെ കുറവായിരിക്കും പ്രോബ്ലം. എന്നാൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റോബോട്ടിക് ശസ്ത്രക്രിയ വഴി നമ്മൾ
ഏറ്റവും ഫ്രണ്ടിൽ വെക്കുന്ന പേഷ്യൻറ്റ് സേഫ്റ്റിയാണ്. അതിന് യാതൊരു കോംപ്രമൈസ്, ഇപ്പോൾ ഡോക്ടർ വിജയ് പറഞ്ഞു, യാതൊരു കോംപ്രമൈസ് നമ്മൾ പേഷ്യൻറ്റ് സേഫ്റ്റിയിൽ വരുത്തില്ല. നമ്മൾ എത്രയൊക്കെ മുറിവ് കാണാൻ നല്ലതാണെന്ന് പറഞ്ഞാലും അണുബാധ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും ഏറ്റവും നമ്മൾ പേഷ്യൻറ്റ് സേഫ്റ്റി തന്നെയാണ് മുന്നിൽ വെക്കുന്നത്. അപ്പോൾ അതിന് കോട്ടം വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് സർജറീസ് വരെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യൂറോളജിയിൽ ഓൾമോസ്റ്റ് എല്ലാ സർജറീസും നമുക്ക് ട്രാൻസ്പ്ലാന്റ് വഴി ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു ഇവോൾവിംഗ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജിയാണ് റോബോട്ട് ശസ്ത്രക്രിയ. നാളെ ഇതിനേക്കാളും നല്ലൊരു റോബോട്ട് ശസ്ത്രക്രിയ വന്നേക്കാം. കാരണം മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെ നമ്മളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ മറ്റന്നാളെല്ലാം നമുക്ക് ഇതിനേക്കാളും നല്ല ടെക്നോളജി വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നൂതനമായിട്ടുള്ള സർജിക്കൽ ടെക്നോളജിയാണ്, മോസ്റ്റ് മോഡേൺ ആണ് റോബോട്ടിക് സർജറി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പേടി വേണ്ട. അതായത് നിങ്ങളെ റോബോട്ടിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞങ്ങൾ മാറിയിരിക്കുന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട, ഒരിക്കലും ഇല്ല. ഇനിയിപ്പോ ഇതിന് ഒരു എന്താ പറയുക, ഒരു കൺവിൻസിങ് ആക്കാൻ അല്ലെങ്കിൽ റോബോട്ടിക് സർജറിയുടെ ഒരു ഗുണം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു കേസ് ദാറ്റ് യു ഡൺ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത ഒരു കേസ് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരെണ്ണം സ്പെസിഫിക്കലി റോബോട്ടിൻ്റെ അഡ്വാൻറ്റേജ് കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്റ്റം എന്ന് പറയും. അതായത് നമ്മുടെ മലാശയത്തിൻ്റെ ഓപ്പറേഷനിൽ പലപ്പോഴും ഉപയോഗിക്കും. ഇപ്പോൾ ഈ മലാശയത്തിൻ്റെ ഓപ്പറേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ അത് നമ്മുടെ ഈ പെൽവിസ് എന്ന് പറഞ്ഞ സ്പേസിലാണ്, ഇടുപ്പല്ലിൻ്റെ നടുക്കുള്ള ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആക്സസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങോട്ട് എത്തിപ്പെടാനും അവിടെ അവിടെ വർക്ക് ചെയ്യാനും പ്രിസിഷനിൽ വർക്ക് ചെയ്യാനും ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ പല കേസുകളിൽ ഈ മലാശയത്തിൻ്റെ അസുഖം വരുമ്പോൾ, ക്യാൻസർ വരുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ചിലപ്പോൾ ബാഗ് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ. റോബോട്ടിക് ശസ്ത്രക്രിയ നമുക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഏരിയ പ്രോബബ്ലി അതാണ്. നമുക്ക് ആ ഏറ്റവും താഴെ പോയി പ്രിസൈസ് ആയിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് തിരിച്ചത് യോജിപ്പിക്കാനുമുള്ള സാധ്യതകൾ കുറച്ച്. അതെ, യു ഡോണ്ട് ഹാവ് ടു ക്രിയേറ്റ് ഒരു പെർമനൻ്റ് ആയിട്ട് നമുക്കൊരു ബാഗ് ഇല്ലാതെ പലപ്പോഴും നമുക്കത് ഇത് ചെയ്യാൻ പറ്റും. അതൊരു അത്രയും പ്രിസിഷനോട് കൂടി നമുക്ക് വേറൊരു മൊഡാലിറ്റിയിലും പറ്റത്തില്ല. അത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട്, കാരണം ഇത് നമുക്ക് മറ്റേ രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ട്യൂമർ റിമൂവ് ചെയ്യാൻ പോകുമ്പോൾ ആ കാര്യത്തിലും ഒട്ടും കോംപ്രമൈസ് പറ്റത്തില്ല. അത് നമ്മൾ ബാക്കി ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഈ രണ്ട് എക്സ്ട്രീംസിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുമ്പോൾ റോബോട്ടിക് സർജറി നമുക്കൊരു ബ്യൂട്ടിഫുൾ വിഷനിൽ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഈ പെർമനൻറ്റ് ബാഗ് വരാനുള്ള സാധ്യത സിഗ്നിഫിക്കൻ്റ്ലി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതിൽ വേൾഡ് വൈഡ് ലിറ്ററേച്ചർ ഉണ്ട്, ഇന്ത്യൻ ഇതിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതൊരു ഡെഫിനറ്റ് അഡ്വാൻറ്റേജ് ആണ് അങ്ങനെ സ്പെസിഫിക്. അപ്പോൾ അത് പല സെൻറ്റേഴ്സിൽ ഇപ്പോൾ ലിവറിൻ്റെ സർജറിയും നന്നായിട്ട് നല്ല നമ്പേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് യൂസ്ഫുൾ ആണ്, അത് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ്. അതിൻ്റെ കുറച്ച് സിസ്റ്റംസും കൂടെ വരാനുണ്ട്, കുറച്ച് ഇൻസ്ട്രുമെൻസും കൂടെ ടെക്നോളജീസും കൂടെ വരാനുണ്ട്. പക്ഷേ അതൊരു ബിഗ് ഡീലാണ്, കാരണം കംപ്ലീറ്റ്ലി ഒരാളുടെ ലൈഫ് മാറും. അതെ, ഡെഫിനറ്റ്ലി ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കും. നമുക്ക് ഒരു പെർമനൻ്റ് ആയിട്ട് ഇത് വരിക എന്ന് പറഞ്ഞാൽ ആള് ആ ജീവിതാവസാനം വരെ അത് വെച്ചിട്ട് അത് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു പ്രായം പോലും പറയാൻ പറ്റില്ല ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ. അപ്പോൾ അതൊരു ഡെഫിനറ്റ് ഏരിയ ആണ്. റോബോട്ടിക്സ് ഒരു ഭയങ്കര ഡിഫറൻസ് ഇതുവരെ വരുത്തിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇൻ കേസ് ഓഫ് യൂറോളജി ഞാനും ഡോക്ടർ തോമസ് കൂടെ കഴിഞ്ഞ ദിവസം ഒന്ന് സംസാരിക്കായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ശസ്ത്രക്രിയ അല്ലെങ്കിൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ആ ഒരു ഫേസ് കടന്നു വന്നിട്ടാണ് ഇപ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ വിജു പറഞ്ഞത് അർബുദം പോലത്തുള്ള രോഗങ്ങളാണ്. ഇപ്പോൾ അർബുദമല്ലാത്ത രോഗങ്ങൾക്കും നമുക്ക് ഈ പറഞ്ഞ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ സഹായം നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട യൂറോളജിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് PUJO എന്ന് പറയും. അതായത് ഈ കിഡ്നിയിൽ നിന്ന്, വൃക്കയിൽ നിന്ന് മൂത്രസഞ്ചിലോട്ട് മൂത്രം കൊണ്ടുവരുന്ന ആ മൂത്രവാഹിനി കുഴൽ, ചിലവർക്ക് ജന്മന തന്നെ ആ കിഡ്നിയിൽ നിന്ന് ആ കുഴൽ വരുന്ന ആ ഒരു പോയിന്റ്, ആ ഒരു ജംഗ്ഷനിൽ ചുരുക്കം ഉണ്ടാവും. അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കിഡ്നിയിൽ വൃക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രം പൂർണ്ണമായിട്ടും ആ കുഴൽ വഴി മൂത്രസഞ്ചിയിൽ എത്തുന്നുണ്ടാവില്ല. അപ്പോൾ കുറേ നാളായിട്ട്, ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് അവിടെ മൂത്രം അവിടെ കെട്ടിക്കിടന്ന് ആ കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കും. അപ്പോൾ അതിന് നമുക്കൊരു ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും. അതെന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ചുരുക്കമുള്ള ഭാഗം നമ്മൾ റിമൂവ് ചെയ്തിട്ട്, അത് എടുത്ത് മാറ്റിയിട്ട് കിഡ്നിയിൽ മൂത്രം ഉണ്ടാകുന്ന ആ ഭാഗം ഇതിനോട്ട് നമ്മൾ യോജിപ്പിക്കും. അപ്പോൾ ഞാൻ ഡോക്ടർ തോമസ് കഴിഞ്ഞ ദിവസം പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പണ്ട് ഓപ്പണിലാവട്ടെ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലാവട്ടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അതായത് രണ്ട് ഏറ്റവും കൂടി നമ്മൾ യോജിപ്പിക്കണം. ആ ഒരു അനസ്റ്റമോസിസ് എന്ന് പറയും അതിന്. ഇപ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയ വന്നതിന് ശേഷം വളരെ അനായാസം നമുക്ക് ആ സ്റ്റിച്ചിങ് നമുക്ക് ചെയ്യാം. സ്റ്റിച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്ന ആ കിഡ്നിയിൽ നിന്ന് ആ മൂത്രവാഹിനിക്കുള്ളിൽ തുടങ്ങുന്ന ആ ഒരു പോയിന്റും നമ്മൾ എടുത്ത മാറ്റിയ ഭാഗം ഒഴിച്ചുള്ള ബാക്കിയുള്ള ഭാഗം കൊണ്ട് നമുക്ക് യോജിപ്പിക്കാൻ വളരെ അനായാസം നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഹാളിലൊരു 15 മിനിറ്റ് നമുക്ക് എടുക്കുള്ളൂ. പണ്ടാലത്ത് നമുക്കൊരു 1-1.5 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത് മാത്രമല്ല, അതിനേക്കാളും പ്രിസൈസായിട്ട് വളരെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു തുന്നൽ നമുക്ക് ചെയ്യാനും പറ്റും. ഈ അർബുദമല്ലാത്ത രോഗങ്ങൾക്കും നമുക്ക് ഈ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ സഹായം നമുക്ക് വളരെയധികം, ഒന്ന് പേഷ്യൻറ്റിന് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും, രണ്ട് സർജൻ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ നല്ലൊരു ഒരു ശസ്ത്രക്രിയ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ശസ്ത്രക്രിയ. അതുകൊണ്ട് എന്താണ് ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്.
എല്ലാം നമ്മൾ ആ ഒരു രോഗിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഭാവിയിൽ മുന്നോട്ട് പോകാന്നുള്ള നമ്മുടെ എല്ലാവരും അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ മറ്റേ വീഡിയോ നമ്മൾ കണ്ടല്ലോ, ഇത് മറ്റേ സർജൻ ഒരു ഇരിപ്പിടത്തിലിരിക്കും, സർജൻ നല്ല സുഖമായിട്ട് സർജറി ചെയ്യുന്നു, നിൽക്കണ്ട, കൈ കഴുകണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷേ അതിലെല്ലാം ഉപരി നമ്മൾ ഈ ഒരു റോബോട്ടിക് ശസ്ത്രക്രിയയുടെ ടെക്നോളജി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പേഷ്യൻറ്റിന് ഏറ്റവും സുഗമമായിട്ടൊരു രീതിയിൽ ആ ശസ്ത്രക്രിയയും കഴിയണം, അത് കഴിഞ്ഞിട്ട് ഏറ്റവും പെട്ടെന്ന് ജീവിതത്തോട് തിരിച്ചു വരാൻ ചെയ്യണം, കോംപ്ലിക്കേഷൻസ്, അപകട സാധ്യത യാതൊന്നും ഇല്ലാതെ. അതിന് റോബോട്ടിക് സർജറി തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇതിപ്പോ എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. നമ്മുടെ എറണാകുളത്തൊക്കെ മിക്ക ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ മെഡിക്കൽ ട്രസ്റ്റിലുണ്ട്, പിന്നെ മിക്ക ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. കോസ്റ്റ് മാത്രമാണ് ലിമിറ്റിംഗ് ഫാക്ടർ വരുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റ്, ഇത് റൺ ചെയ്യാനുള്ള കോസ്റ്റ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽസിന് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബൈ ദ ടൈം എല്ലാ ഹോസ്പിറ്റലും ആവാൻ ഒരു ചാൻസ് ഉള്ളൊരു ആവട്ടെ. ഞങ്ങൾക്കും അപ്പോൾ സ്പെസിഫിക് ആയിട്ട് കേസ് പറയുകയാണെങ്കിൽ പേരെടുക്കുന്നില്ല, റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആൾക്ക് ഒരു ലേഡി, ആൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് നിൽക്കായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ആൾക്ക് ലീവിന് വന്നത് തന്നെ ഒരു ഗോൾ ബ്ലാഡറിൻ്റെ ഒരു പ്രോബ്ലമായിട്ടാണ് വന്നത്, സ്റ്റോണായിട്ട്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പ്രൊസീജിയർ ആൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇനി ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യാനുള്ള സർജറി ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും കോമൺ ആയിട്ട് കീ ഹോൾ സർജറി ആയിട്ട്, ലാപ്രോസ്കോപ്പിക് സർജറി ആയിട്ടാണ് ചെയ്യാറുള്ളത്. ആൾക്ക് ഈ ഒരു കൺസേൺ സ്പെസിഫിക്കലി ഉണ്ടായിരുന്നു. ആൾക്കത് കഴിഞ്ഞിട്ടൊരു ഹാർഡ്ലി 2 വീക്സേ ഉള്ളൂ ലീവ്, അതിനുള്ളിൽ ആൾക്ക് തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തായിരുന്നു, നമുക്ക് വേണമെങ്കിൽ റോബോട്ടിക്കായിട്ട് ചെയ്യാം, പൊട്ടൻഷ്യലി നമുക്കൊരു റിക്കവറി ടൈം കുറവായിരിക്കുന്നു. ആൾ അതിന് ഓക്കെ ആയിരുന്നു, ഷി വാസ് റെഡി. അപ്പോൾ അത് ചെയ്തിട്ട് ആൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. നെക്സ്റ്റ് ഡേ ആൾക്ക് വീട്ടിൽ പോകാൻ വെരി നെക്സ്റ്റ് ഡേ വീട്ടിൽ പോകാൻ റെഡി ആയിരുന്നു ആൾ. അപ്പോൾ ആളുടെ കേസിൽ അതിപ്പോൾ ഒരു അൺകോമൺ സിനേറിയോ അല്ല. പലരും പുറത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ പേര് പോകുന്നുണ്ട്. അവരൊരു ഫിക്സഡ് ലീവൊക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. ആ ലീവ് ഒരു അവള് വളരെ വൈറ്റലായിട്ടുള്ള സമയമാണ് ഇവർക്കെന്ന് പറഞ്ഞാൽ. കാരണം ആ ജോബ് ഇസ് ദർ, അതും ഈ പ്രായത്തിലൊക്കെ യങ് പീപ്പിൾ ജോബാണല്ലോ ഏറ്റവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആ ലീവ് അത്രയും ദിവസം ഉള്ളതിൽ ദേ ഹാവ് ടു ഗോ ബാക്ക്. ആൻഡ് പിന്നെ അവരൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, അവരവിടെ വർക്ക് ചെയ്യണം. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഷി വാസ് എക്സ്ട്രീംലി ഹാപ്പി. അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത്രയൊരു ഇത് കിട്ടുന്നു. അതുപോലെ നമ്മൾ വേറൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഈ ഹെർണിയാണ്, പൊക്കിളിൻ്റെ അവിടെ ഹെർണിയ വരുന്നതും അതും അവരും ഇതുപോലെ വെരി നെക്സ്റ്റ് ഡേ ഷി വാസ് വെരി ഹാപ്പി. പെയിനൊക്കെ സിഗ്നിഫിക്കൻ്റ്ലി കുറവ്. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജാണ്. പല സർജറീസിനും നമുക്ക് ഇപ്പോൾ കീ ഹോൾഡ് അത്രയും വരുന്ന മുറിവുകളുള്ളെങ്കിലും നമ്മുടെ ഓവറോൾ ആ പ്രിസിഷനും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാരണം ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ് ചെയ്യും. ആളുടെ റിക്കവറി ടൈം ഇസ് മച്ച് ഫാസ്റ്റർ. അത് ഇന്ന് അതുകൊണ്ട് പല സർജറീസിലും അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എവറിവെയർ വർക്ക് ഇസ് ലൈക്ക് കട്ട് ത്രോട്ട് ഫീൽഡ് ആണല്ലോ. അതായത് നോബഡി ക്യാൻ ആബ്സെൻറ്റീസം ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഫോർ മൾട്ടിപ്പിൾ റീസൺസ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു ദിസ് ഇസ് പ്രോബബ്ലി ദ ബെസ്റ്റ് ദാറ്റ് at present that is available. ഓക്കെ, നമ്മൾ സ്ത്രീകൾക്ക് there is ഒരു പെർഫെക്റ്റ് പ്രായം ഫോർ കല്യാണം എന്ന് പറയും. പുരുഷന്മാർക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ ഒരു പ്രത്യേക പ്രായമുണ്ടോ, കറക്റ്റ് പ്രായം? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു 20 to 30 years ആണ് എപ്പോഴും ബെസ്റ്റ്. 20 to 30 years. കാരണം നമ്മൾ 20 എന്ന് പറഞ്ഞാൽ ആരും കല്യാണം കഴിക്കുന്നില്ല, എന്നാലും ഏർലിയർ ദ ബെറ്റർ എന്നാണ് എപ്പോഴും പറയുന്നത്. ലേഡീസിനായാലും ഒരു പരിധി ഒരു 30 കഴിയുമ്പോഴും ഡെഫിനറ്റ്ലി സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുരുഷന്മാർ ആ കാര്യത്തിലൊരു ബെനിഫിറ്റഡ് ആണ്. കാരണം അവർക്ക് സ്പേം ക്വാളിറ്റി വലിയൊരു ഡിക്ലൈൻ വരുന്നില്ല ഏജ് കൂടുന്തോറും. പക്ഷേ സ്ത്രീകൾക്ക് ഡെഫിനറ്റ്ലി ഏജ് കൂടുന്തോറും 30 കഴിയുമ്പോൾ 40 കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ജനറ്റിക് ഡിസീസസ് ലൈക്ക് ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. പുരുഷന്മാർക്ക് കമ്പാരിറ്റീവ്ലി അങ്ങനെയില്ല, എന്നാലും ക്വാളിറ്റി ഓഫ് ദ സ്പേം ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു 25 to 30 ആ ഏജിലായിരിക്കും എപ്പോഴും നന്നായിരിക്കുന്നത്. ഭയങ്കരമായി അബോർഷൻസ് ഉണ്ടാവുന്നത്, മിസ്കാരേജസ് ഉണ്ടാവുന്നത് ഭയങ്കര കോമൺ ആവുന്ന സമയമാണല്ലോ. പുരുഷന്മാരുടെ സ്പേം ക്വാളിറ്റി മിസ്കാരേജസിന് കാരണമാവും എന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ ഇത് ഒരു ഇൻഫെർട്ടിലിറ്റി, അതായത് പ്രത്യുൽപാദനത്തിനുള്ള ബുദ്ധിമുട്ട് അതൊന്ന്, അല്ലെങ്കിൽ നമുക്കൊരു ഗർഭം വന്നിട്ടാണെങ്കിൽ ഗർഭം മുന്നോട്ട് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട്. ഇതിൻ്റെ 2 ഫാക്ടേഴ്സും പ്രസക്തം അർഹിക്കുന്നത്. 2 ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് പുരുഷൻ്റെ സൈഡിൽ നിന്നും സ്ത്രീൻ്റെ സൈഡിൽ നിന്നുള്ള ഫാക്ടേഴ്സ് കാരണം, അതിൻ്റെ കാരണങ്ങൾ കാരണം ഈ പ്രത്യുൽപാദനത്തിനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും വളരെയധികം ഒരു പ്രസക്തി കൊടുക്കാത്തൊരു മേഖലയാണ് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യന്മാരാരുമില്ല, എല്ലാവർക്കും ഉണ്ട്. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവർക്കും അവരുടേതായ പ്രൊഫഷണൽ സ്ഫിയർ, അതായത് അവരുടെ മറ്റേ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, പേഴ്സണൽ റിലേഷൻഷിപ്സിൽ എല്ലാത്തിലും സ്ട്രെസ് ഉണ്ട്. നമ്മൾ വളരെയധികം ഒരു പ്രസക്തി കൊടുക്കാത്തൊരു മേഖലയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഈ
സ്ട്രെസ്സിൻ്റെ ആ ഒരു കാഠിന്യം നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴേക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത കുറേ കെമിക്കൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഈ കെമിക്കൽസ് എല്ലാം പോകുന്നത് നമ്മുടെ രക്തത്തിൽ കൂടെയാണ്. രക്തം തലനാരി മുതൽ നഖം വരെ പോകുന്നതാണ് രക്തം. അപ്പോൾ ഈ പോയിസണസ് ആയിട്ടുള്ള ആ ഒരു വിഷത്തിനോടനുബന്ധിച്ചുള്ള ആ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ ഓരോ കെമിക്കൽസും ഈ തലനാരി മുതൽ നഖം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജെനേറ്റൽ സിസ്റ്റം, അതായത് നമ്മുടെ പ്രത്യുൽപാദനത്തിന് വേണ്ടി ഉള്ള ആ ഒരു ഭാഗത്തേക്ക് അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അത് സ്പേമിൻ്റെ ക്വാളിറ്റി ആവട്ടെ ഓവത്തിൻ്റെ ക്വാളിറ്റിനെ അത് ബാധിച്ചേക്കാം. ഇതെല്ലാം മൾട്ടി ഫാക്ടർ, അതായത് പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ പോലെ മിസ്കാരേജ് വരാം. ഒരു പുരുഷൻ്റെ ഒരു സ്പേമിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഒരു സ്ത്രീൻ്റെ അണ്ടത്തിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സ്പേം ക്വാളിറ്റി പുവർ ആണെങ്കിൽ ആർ ദർ ചാൻസസ് ഓഫ് മിസ്കാരേജ്? ഡെഫിനറ്റ്ലി. അത് മാത്രമല്ല, ഇപ്പോൾ ഡോക്ടർ തോമസ് പറഞ്ഞ പോലെ ഉണ്ടാകാൻ പോണ കുഞ്ഞിന് ജനിതകമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഡിസീസസ്, ഇപ്പോൾ ഡൗൺസ് അതുപോലത്തെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെയധികം ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഊന്നി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ, അല്ലേ? അതായത് നമുക്കൊരു അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് അതിന് മുന്നോടിയായിട്ട് തന്നെ വരാതിരിക്കാനാണ്. അപ്പോൾ ഏറ്റവും നമ്മളിപ്പോൾ പറയും ഡയറ്റ് എന്ന് പറയും, ലൈഫ് സ്റ്റൈൽ എന്ന് പറയും, അരമണിക്കൂർ നീന്തുക, നടക്കുക, സൈക്കിൾ ഓടിക്കുക. ഇതിലെല്ലാം ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കേണ്ട ഒരു കാര്യം സ്ട്രെസ്സ് തന്നെയാണ്. സ്ട്രെസ്സ് കഴിവതും നമ്മൾ ജീവിതത്തിൽ കുറയ്ക്കാൻ നോക്കുക. അത് നല്ല റിലേഷൻഷിപ്സ്, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല കുടുംബ ബന്ധങ്ങൾ, നമ്മൾ യാത്രകൾക്ക് പോകുന്നു, അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല നല്ല കെമിക്കൽസ് ഉണ്ടാകുന്നു. ആ നല്ല നല്ല കെമിക്കൽസ് ഉണ്ടാകുന്നത് നമ്മുടെ ജനറൽ ഹെൽത്ത്, പൊതുവെയുള്ള ആരോഗ്യം മെച്ചപ്പെടുന്നത് കൂടെ തന്നെ നമ്മുടെ ജനിതകമായിട്ട്, അതായത് മറ്റേ ജനൈറ്റലായിട്ടുള്ള ആരോഗ്യം നമുക്ക് മെച്ചപ്പെട്ട് വരുന്നു. ഈ സ്പേം ക്വാളിറ്റി ഒരാൾക്ക് കൂട്ടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ സ്പേംസ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോണിൽ നിന്നാണ്. അതിൻ്റെ ഒരു എഫക്റ്റാണ്. അത് പുരുഷനുള്ള ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ, സ്ത്രീക്കുള്ള ഹോർമോൺ ഈസ്ട്രജൻ. ഇതിൻ്റെ എല്ലാ ഉത്ഭവം സ്റ്റിറോയിഡ്സിൽ നിന്നാണ്. ഈ സ്റ്റിറോയിഡ്സ്, അതായത് ശരീരത്തിൻ്റെ അകത്ത് നാച്ചുറലായിട്ട് സ്റ്റിറോയിഡ്സ് ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഉത്ഭവം വരുന്നത് എവിടെ നിന്നാണ്? കൊളസ്ട്രോളിൽ നിന്നാണ്, നല്ല കൊളസ്ട്രോളിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് മോശം കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോഴേക്കും എന്താ സംഭവിക്കുക? ഇത്തരം ഹോർമോൺസിൻ്റെ അളവ് ഒന്നല്ലെങ്കിൽ കുറവാകുന്നു, അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി നല്ലതാവാതിരിക്കുന്നു. അപ്പോൾ നല്ല കൊളസ്ട്രോൾ ഉൾക്കൊള്ളുന്ന ഭക്ഷണങ്ങൾ കഴിവതും നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഇപ്പോൾ നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവക്കാഡോയിലുണ്ട്, പിന്നെ നട്ട്സിന് നല്ല കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ ഇപ്പോൾ ഓയിൽസ് ആണെങ്കിൽ തന്നെ കഴിവതും നമ്മുടെ നാട്ടിലാണ് കോക്കനട്ട് ഓയിൽ വളരെ നല്ലതാണ്. വിദേശത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒലിവ് ഓയിൽസ് ഒക്കെ നല്ലതാണ്. അപ്പോൾ കഴിവതും ഇത്തരം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കുക. അതോടുകൂടി തന്നെ പ്രോസസ്ഡ് ഫുഡ്, ഈ ജങ്ക് ഫുഡ്, ഇതെല്ലാം കഴിവതും ഒഴിവാക്കാൻ നോക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൂടെ തന്നെ ഒരു പരിധി വരെ നമുക്ക് നല്ലൊരു റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, അതായത് പ്രത്യുൽപാദന ശേഷിയും ഗർഭം മുന്നോട്ട് കൊണ്ടുപോകണം, ഇപ്പോൾ മിസ്കാരേജ് വരാതിരിക്കാനുള്ള സാധ്യതയും കുറച്ച് കൊണ്ടുവരുന്നു. ഇത്തരം ഒരു ഹെൽത്തി പ്രാക്ടീസസ്, ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലികൾ നമ്മൾ അവലംബിക്കുന്നുണ്ട് കൂടെ തന്നെ. ഇപ്പോൾ ഈ അടുത്ത് ജോ ബൈഡന് പ്രോസ്ട്രേറ്റ് ക്യാൻസർ വന്നിട്ട് അത് ലേറ്റ് സ്റ്റേജിലാണെന്ന് പറഞ്ഞ ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് ആസ് ഫർ ആസ് ഐ നോ, അത് സിംറ്റംസ് കാണിച്ചു തുടങ്ങാൻ, ഒരാൾക്ക് മനസ്സിലാവാൻ ഒരുപാട് ലേറ്റ് സ്റ്റേജിലാണ് സംഭവിക്കുക. ഇത് എങ്ങനെയാണ് മനസ്സിലാവുക? നമുക്ക് നേരത്തെ മനസ്സിലാവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു റെയർ ട്യൂമറാണ്. അത്ര കോമൺ ആയിട്ടുള്ള ട്യൂമറല്ല പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതുകൊണ്ട് നമ്മളിപ്പോൾ അനുശാസിക്കുന്നത് 50 വയസ്സ് കഴിഞ്ഞ ഏതൊരു പുരുഷനും വർഷത്തിലൊരിക്കൽ PSA എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നോർമൽ വാല്യൂ ഉണ്ട് ഫോർ യുവർ ഏജ്. അതിന് മേലെയാണെങ്കിൽ വി ഷുഡ് സസ്പെക്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ നമ്മളത് ഏത് 50 വയസ്സ് കഴിഞ്ഞ ആ പുരുഷനും ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ പാക്കേജിൽ എപ്പോഴും ഒരു PSA ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ആണ് നമ്മുടെ ഏറ്റവും നല്ല സ്ക്രീനിങ് ടൂൾ. പേഷ്യൻറ്റിന് വലിയ ലക്ഷണങ്ങൾ തുടക്കത്തിലൊന്നും ഉണ്ടാവില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ മൂത്ത തടസ്സം ഉണ്ടാവും മിക്ക ആണുങ്ങൾക്കും. അതൊരിക്കലും ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറായിട്ട് കണക്കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ സീരിയലായിട്ട് ഇടയ്ക്കിടയ്ക്ക് PSA ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അതിലൊരു കൂടുന്ന ട്രെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പഠിക്കണം. കൂടാനുള്ള ഒരേ ഒരു കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നല്ല, പല കാരണങ്ങൾ കൊണ്ട് കൂടാം. അപ്പോൾ നമുക്കൊരു PSA നോക്കിയിട്ട് ഒരു 5 നോർമൽ വാല്യൂ നമ്മൾ പറയുന്നത് ഏകദേശം ഒരു 4 താഴെ എന്നാണ് പറയുന്നത്. 4 മേലെയാണെങ്കിൽ എല്ലാവർക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നല്ല. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണം. വിരൽ കൊണ്ടുള്ള ഒരു പരിശോധനയുണ്ട്, ഡോക്ടറിൻ്റെ സൈഡിൽ ചെന്നാൽ, പിന്നെ സ്കാനിങ് ഉണ്ട്, MRI സ്കാൻ. ഇങ്ങനത്തെ 3-4 ടെസ്റ്റുകളാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നി കഴിഞ്ഞാൽ നമ്മൾ ബയോപ്സി ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് യൂഷ്വലി പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ മൂത്ര തടസ്സം അല്ലാതെ മൂത്രം പോകാൻ ബുദ്ധിമുട്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ പ്രോസ്റ്റേറ്റ്? മൂത്രത്തിൽ വളരെ അപൂർവം ചോര പോകുന്ന ഒരു അവസ്ഥയുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതൊരു ലേറ്റ് സ്റ്റേജിലാണ് കാണാറില്ല, തുടക്കത്തിലൊന്നും കാണാറില്ല. മൂത്ര തടസ്സം പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണമാണെന്നല്ല, പക്ഷേ ഇറ്റ് ക്യാൻ ബി എ റീസൺ.